അപ്പോൾ നമ്മൾ നമുക്കറിയാം 5 മൊഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സിലബസ് നോക്കാം. സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് സോയിലിൻ്റെ സ്റ്റഡിയാണ്. അതായത് സോയിലിൻ്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ആണ് കൺസോളിഡേഷൻ, കോമ്പാക്ഷൻ, അങ്ങനത്തെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ ആവശ്യമുള്ള കുറെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ കുറെ പ്രോപ്പർട്ടീസ് മാത്രമാണ് നമ്മൾ ഈ 5 മൊഡ്യൂളുകളിലായിട്ട് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ സോയിലിനെ കുറിച്ച്, അതിന്റെ നേച്ചർ, അത് ഏതൊക്കെ സോയിൽ ഡെപ്പോസിറ്റുകളാണ് ഇന്ത്യയിലുള്ളത്, പിന്നെ സോയിലിന്റെ 3 ഫേസ് സിസ്റ്റം, അതായത് സോയിൽ എങ്ങനെയാണ് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, പിന്നെ കുറെ ബേസിക് ആയിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. പിന്നെ സോയിലിന്റെ പ്രോപ്പർട്ടി ആയ സ്പെസിഫിക് ഗ്രാവിറ്റി, വാട്ടർ കണ്ടന്റ്, അതൊക്കെ എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം, പിന്നെ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഒക്കെ നമ്മൾ ലബോറട്ടറിയിലൊക്കെ ചെയ്ത മെത്തേഡുകളൊക്കെ തന്നെയാണ്. പിന്നെ പൈക്കണോമീറ്റർ വെച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ സാൻഡ് റീപ്ലേസ്മെന്റ്, അതൊക്കെ നമ്മൾ ലാബിൽ ചെയ്ത മെത്തേഡുകളാണ്. പിന്നെ സോയിലിന്റെ സ്ട്രക്ചർ, നമ്മുടെ സോയിൽ ഏതൊക്കെ സ്ട്രക്ചറിലാണ് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, പല പല രീതിയിലായിരിക്കും പല സ്ഥലത്ത് ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. പിന്നെ 2 പ്രോപ്പർട്ടിയാണ് സെൻസിറ്റിവിറ്റി, തിക്സോട്രോപ്പി. ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളൂ. ഇതില് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ സാൻഡ് റീപ്ലേസ്മെന്റും കോർ കട്ടർ മെത്തേഡ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും ചോദിക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂളിലോട്ട് കയറാം. ഇതൊന്നും ജസ്റ്റ് വായിച്ചു വിടാനുള്ളൂ, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ബേസിക് പോലെ പറയണേ ഉള്ളൂ കേട്ടോ. അപ്പം സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഒക്കോറിംഗ് ആയിട്ടുള്ള ഒരു ലൂസ് കവറിങ്, നമ്മുടെ എർത്തിന്റെ സർഫസിൽ കിടക്കുന്ന നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്തേക്കുന്ന ഒരു ലൂസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മുടെ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എന്ത് വെച്ചിട്ടാണ് കമ്പോസ് ചെയ്തേക്കുന്നത്? നമ്മുടെ വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ വെതറിങ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ വഴി, അതായത് കുറെ മെക്കാനിക്കൽ കെമിക്കൽ പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് ഈ റോക്ക് ചെറിയ ചെറിയ മെറ്റീരിയൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടിക്കിൾ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മുടെ സോയിൽ ഉണ്ടാവണേ. അപ്പൊ ശരിക്കും ഇത് വലിയ റോക്കായിരിക്കും. അത് പയ്യെ പയ്യെ കുറെ വർഷങ്ങളെടുത്ത് പ്രോസസ്സുകൾ അണ്ടർഗോ ചെയ്തിട്ടാണ് ഓരോരോ മെറ്റീരിയൽസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് സോയിൽ ഉണ്ടാവും. പിന്നെ അത് അവിടെ നിന്ന് ഇറോഡായി പോകും. പിന്നെ വേറെ സ്ഥലത്ത് പോയി ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്ത്, അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് നമ്മുടെ സോയിൽ ഉണ്ടാവുന്നത്. പിന്നെ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിലിന്റെ എഞ്ചിനീയറിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ സോയിലിനെ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് അറിയണം. അതായത് നമുക്ക് വാട്ടർ കണ്ടന്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് സോയിൽ മെക്കാനിക്സ്. ഇതൊക്കെ ജസ്റ്റ് ബേസിക്സ് ആണ്, ഇതൊന്നും പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഒറിജിൻ ഓഫ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, നമ്മുടെ സോയിൽ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സോയിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ഒറിജിൻ ഓഫ് സോയിൽ പറയുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് വെതറിങ്. വെതറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സോയിൽ മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷനും കെമിക്കൽ ഡീകമ്പോസിഷനും അങ്ങനെ പല പല പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് വലിയ വലിയ റോക്കുകൾ പൊടിഞ്ഞ് ചെറിയ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചെറിയ സോയിലിന്റെ പാർട്ടിക്കിൾസ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുന്നത് ഒരു ജിയോളജിക്കൽ സൈക്കിൾ, അതായത് ഭൂമിയിൽ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സോയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറോഷൻ. രണ്ടാമത്തെ പ്രോസസ്സ് ട്രാൻസ്പോർട്ടേഷൻ, മൂന്നാമത്തെ പ്രോസസ്സ് ഡെപ്പോസിഷൻ, നാലാമത്തെ പ്രോസസ്സാണ് അപ്ഹീവൽ. അപ്പൊ ഇറോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പർട്ടിക്കുലർ ഭാഗത്തെ സോയില് ഇപ്പൊ ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അത് ഇറോഡ് ചെയ്ത് പോകും, അതായത് അവിടെ നിന്ന് നീങ്ങിപ്പോവും. എന്നിട്ട് ഈ സോയിലിന് പല പല മീഡിയംസ്, അതായത് എയർ ആവാം, പിന്നെ വെള്ളം ആവാം, അങ്ങനെ പല പല മീഡിയംസ് വഴി ഈ സോയില് ട്രാൻസ്പോർട്ട് ആവും. എന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, വേറെ സ്ഥലത്ത് പോയി അത് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഒരു അപ്ഹീവൽ ഉണ്ടാവും. അപ്ഹീവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെ കുന്നുകൂടി കിടക്കും. അങ്ങനെയാണ് നമ്മുടെ സോയിലിന്റെ പ്രോസസ്സ്. അപ്പൊ അത് ഒരു ജിയോളജിക്കൽ സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക ഇറോഷൻ, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അപ്ഹീവൽ. ഇപ്പൊ തന്നെ പഠിച്ചു പോവാട്ടോ. ഇത് ചോദിച്ചിട്ടില്ല, ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ലെക്ചർ പോലെ ഒന്ന് എഴുതിയെടുക്കുക.
എല്ലാവരും അവരവരുടെ ബുക്കിൽ എഴുതുക കേട്ടോ. ഇറോഷൻ ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അപ്ഹീവൽ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് സോയിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഇറോഡായി പോവും. പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ റിവർ, എയർ, ലേക്കോ ഐസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് പല പല മീഡിയംസ് വഴി നമുക്ക് ഈ സോയിലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വേറെ സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ അത് അവിടെ ഡെപ്പോസിഷൻ നടക്കും. പിന്നെ അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കുറച്ച് സോയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത പോർഷൻ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഒരു വലിയ സോയിലിന്റെ ഒരു ഹീപ്പ് പോലെ അപ്ഹീവൽ നടക്കും. പിന്നെ ആ സോയിൽ വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇറോഡ് ചെയ്യും, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും, പിന്നെ ഡെപ്പോസിഷൻ ചെയ്യും, പിന്നെ അപ്ഹീവൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഒറിജിനൽ സോയിൽ എന്ന് പറയുന്നത്. 4 ടൈംസ് നിങ്ങൾ പഠിച്ചാൽ മതി. ജസ്റ്റ് ആ ഫിഗറും കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഈ സാധനം ഇങ്ങനെ സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ജിയോളജിക്കൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. കാരണം അത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടക്കും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഭൂമിയിലുള്ള എർത്ത് റോക്ക്, അതായത് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ പൊടിഞ്ഞ് സോയിലാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. ഈ വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് മെക്കാനിക്കൽ വെതറിംഗും ഉണ്ട്, കെമിക്കൽ വെതറിംഗും ഉണ്ട്. മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, അതായത് മിസ്സേ സൗണ്ട് കുറവായിട്ടാ കേൾക്കുന്നേ. അതിന് ഓ സൗണ്ട് കൂട്ടി പറയാം. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് എർത്ത് റോക്ക്, അതായത് നമ്മുടെ ഭൂമിയിലുള്ള വലിയ വലിയ പാറക്കഷ്ണങ്ങൾ, റോക്കുകളൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വെതറിംഗ് 2 ടൈപ്പ് ഉണ്ട്. മെക്കാനിക്കൽ വെതറിംഗും ഉണ്ട്, കെമിക്കൽ വെതറിംഗും ഉണ്ട്. മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഈ റോക്ക് അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടീഷൻസ്, അതായത് ഹീറ്റ്, വാട്ടർ, ഐസ്, പ്രഷർ, അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരും. അതായത് നമ്മുടെ റോക്കും ഇങ്ങനത്തെ കണ്ടീഷൻസ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ആ ടൈപ്പ് സോയിലാണ് എന്ത്, മെക്കാനിക്കൽ വെതറിംഗ് വഴി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ്. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ പാർട്ടിക്കിൾ സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ വെതറിംഗ് വഴി നമുക്ക് കിട്ടുന്ന സോയിൽ എന്താണ്, കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് കെമിക്കൽ വെതറിംഗ്. കെമിക്കൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം കെമിക്കലി നടക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ ബയോളജിക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ആസിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള കെമിക്കൽസിന്റെ ആക്ഷൻ വഴി അതായത് നമ്മുടെ റോക്കായിട്ട് അത് റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന സാധനമായിരിക്കും ഫൈൻ ഗ്രൈൻഡ് സോയിൽ. അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് വഴി നമുക്ക് കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആയിരിക്കും. സോ വെതറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കലും ഉണ്ട്, കെമിക്കലും ഉണ്ട്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസിനോട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സോയിൽ കോഴ്സ് ആയിരിക്കും, അതായത് വലിയ വലിയ സോയിൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. നമുക്ക് അതിന്റെ സൈസ് ഒക്കെ പഠിക്കാനുണ്ടാകും, നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെ കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ ഗ്രൈൻഡ് സോയിലാണ് കിട്ടുന്നത്. ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ബയോളജിക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ്, അതായത് ഭൂമിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ട് നമ്മുടെ റോക്ക് റിയാക്ട് ചെയ്യും. അങ്ങനെ റോക്ക് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഫൈൻ ഗ്രൈൻഡ് സോയിൽ. ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ സൗണ്ട്? സൗണ്ട് പ്രശ്നം? ഓക്കെ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെതേർഡ് ആയിട്ടുള്ള സോയിൽ. വെതേർഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഐദർ മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വഴി കിട്ടുന്ന കോഴ്സ് ഗ്രൈൻഡ് സോയിലും കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വഴി കിട്ടുന്ന അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് വഴി കിട്ടുന്ന എന്ത് സോയിലായിരുന്നു, ഫൈൻ ഗ്രൈൻഡ് സോയിൽ. ഈ 2 സോയിലും നമ്മുടെ ഒറിജിൻ, അതായത് ഈ സാധനം ഉണ്ടാകുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ഒറിജിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നല്ലെങ്കിൽ അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒറിജിനിൽ നിന്ന് വേറെ മീഡിയംസ് വഴി
ഇതിനെ നമുക്ക് വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒറിജിനിലാണ് നമ്മുടെ സോയിൽ കിടക്കുന്നതെങ്കിൽ ആ സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്വൽ സോയിൽ. അതായത് ആ സോയിൽ എവിടെയാണോ ഒറിജിനേറ്റ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് ആ സോയിൽ ഡെപ്പോസിറ്റഡ് ആയി കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെസിഡ്വൽ സോയിൽ. ഇനി ആ സോയിൽ അതിന്റെ ഒറിജിനിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പോർട്ടഡ് സോയിൽ. അപ്പൊ റെസിഡ്വൽ സോയിലും ഉണ്ട്, ട്രാൻസ്പോർട്ടഡ് സോയിലും ഉണ്ട്. റെസിഡ്വൽ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ എവിടെയാണോ പ്ലേസ് ഓഫ് ഒറിജിൻ അവിടെ തന്നെയാണ് സോയിൽ ഡെപ്പോസിറ്റഡ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ റെസിഡ്യൂ, അവിടെ തന്നെ കിടക്കുവാണ്, റെസിഡ്വൽ സോയിൽ എന്ന് വിളിക്കും. ആ സോയിൽ ആ സ്ഥലത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് പല പല മീഡിയംസ് വഴി, അതിപ്പം വെള്ളമാകാം, എയർ ആകാം, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ മീഡിയംസ് വഴി ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. നമുക്ക് PPT ഷെയർ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ലെക്ചർ നോട്ട് പോലെ ഒന്ന് എഴുതിയെടുക്കാം. ഇനി നമുക്ക് ഈ ട്രാൻസ്പോർട്ടഡ് സോയിലിനെ തന്നെ പല പല പേരിൽ അറിയപ്പെടും. അതായത് ഇപ്പൊ ആ സോയില് ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുമല്ലേ, അപ്പൊ ആ കൊണ്ടുപോകുന്നത് ആരാണ്, ആ മീഡിയം ഏതാണ്, ആ മീഡിയം വെച്ചിട്ട് നമുക്ക് ഈ സോയിലിനെ പല പല പേരിൽ അറിയപ്പെടും. അതിൽ ഫസ്റ്റ് വൺ ആണ് വാട്ടർ. അതായത് നമ്മുടെ സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് വെള്ളമാണെങ്കിൽ അതിനെ നമ്മൾ എന്തൊക്കെ പേരിൽ വിളിക്കുന്നു നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവർ. അതായത് നമ്മുടെ റിവർ, പുഴയാണ് നമ്മുടെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലൂവിയൽ സോയിൽ. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം എന്ന് പറയുന്നത് റിവർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? അലൂവിയൽ സോയിൽ എന്ന് വിളിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്ക് ആണെങ്കിൽ നമ്മൾ അതിനെ ലാക്യൂസ്ട്രിൻ സോയിൽ എന്ന് വിളിക്കും. ഇനി സീ ആണെങ്കിൽ നമ്മൾ അതിനെ മറൈൻ സോയിൽ എന്ന് വിളിക്കും. അപ്പൊ അതാണ് വെള്ളത്തിന്റെ. ഇനി ജസ്റ്റ് വിൻഡാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എയോളിയൻ സോയിൽ എന്ന് വിളിക്കും. ഇനി ഗ്ലേസിയർ ആണെങ്കിൽ ഐസ് ഗ്ലേസിയർ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കും. അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ്, അതായത് ഒരു പോർഷനിൽ നിന്ന് വേറൊരു പോർഷനിലോട്ട് ട്രാൻസ്ഫർ നടക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളൂവിയൽ സോയിൽ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അത് ആ മീഡിയത്തിന്റെ പേര് നോട്ട് ചെയ്യുക, അതിന്റെ പല പല പേരുകളും ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ജസ്റ്റ് സോയിലിന്റെ ഒറിജിൻ അല്ലെങ്കിൽ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എഴുതിയാൽ മതി. അതായത് ഒറിജിനൽ സോയിലിന്റെ പ്രോസസ്സ് കൊടുക്കുക. അതായത് നമ്മുടെ ജിയോളജിക്കൽ സൈക്കിൾ ഉണ്ടല്ലോ, ആ ജിയോളജിക്കൽ സൈക്കിൾ ഫസ്റ്റ് കൊടുക്കുക. ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അപ്ഹീവൽ. അത് കഴിഞ്ഞിട്ട് വെതറിംഗ് വഴിയാണ് ഉണ്ടാവണേന്ന് പറയുക. വെതറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ഈ റോക്കുകൾ ചെറിയ ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണേന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടായ സോയില് ഐദർ ഒറിജിനൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തു പോകും. അപ്പൊ ഒറിജിനൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ റെസിഡൽ സോയിൽ എന്നും, ട്രാൻസ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്നും വിളിക്കും. ഇനി ഈ ട്രാൻസ്പോർട്ടഡ് സോയിലിൽ തന്നെ പല പല മീഡിയംസ് ഉണ്ട്. അപ്പൊ ഏത് മീഡിയം വെച്ചിട്ടാണോ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ സോയിലിന് നമുക്ക് കറസ്പോണ്ടിങ് പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അത്രേ ഉള്ളൂ. ഇത്ര പഠിപ്പിച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ക്ലിയർ ചെയ്ത് പോവുക. ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസിലൊന്നും ഈ ഇത്രയും പോർഷനിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. പിന്നെ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ജിയോളജിക്കൽ സൈക്കിളിന്റെ പ്രോസസ്സ് ഉണ്ട്, പിന്നെ വെതറിങ് എന്നാന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചേക്കുന്ന കുറെ സംഭവങ്ങൾ തന്നെയാണുള്ളൂ. ഇനി എല്ലാ തവണയും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾ ഈ പോർഷൻ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒന്ന് സൈഡിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനോ എന്തെങ്കിലും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ നമുക്ക് നോക്കാം. മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യയിൽ കാണുന്ന മേജർ സോയിൽ ഡെപ്പോസിറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതായത് ഏതൊക്കെ സോയിൽ ഉണ്ടെന്നുള്ള കാര്യം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വേണം ഓരോരോ സോയിൽ എഴുതാൻ. ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് മാർക്ക് ഉണ്ട്. ഇപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മാർക്കൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനാണ് നമ്മളിങ്ങനെ ഈ ഇത് കൊടുക്കൂലോ, സ്പ്ലിറ്റ് ചെയ്തായിരിക്കും അതിന്റെ വാല്യുവേഷൻ നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ലിസ്റ്റ് ഔട്ട് ചെയ്യണതിന് ഇത്ര മാർക്ക് ഉണ്ട്. അപ്പോൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണതിനായിരിക്കും 1 മാർക്ക്, എക്സ്പ്ലനേഷൻ ആയിരിക്കും 2 മാർക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം.
അപ്പൊ നമുക്ക് നോക്കാം. അലൂവിയൽ സോയിൽ ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, ലാറ്ററൈറ്റ് ഉണ്ട്, ബ്ലാക്ക് കോട്ടൺ ഉണ്ട്, മറൈൻ ഡെപ്പോസിറ്റ് ഉണ്ട്, ബൗൾഡർ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് കുറെ ടൈപ്പ് സോയിൽ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. പക്ഷെ നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. നമുക്ക് അങ്ങനെ ഇന്ന ടൈപ്പ് സോയിലിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയത്തില്ല. എക്സ്പ്ലെയിൻ മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ അങ്ങനെയാണ് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ, 3 മാർക്കിന്. ചിലപ്പോൾ 5 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു 5 എണ്ണം കൊടുക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എ ലാർജ് പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ ഈസ് കവേർഡ് വിത്ത് അലൂവിയൽ ഡെപ്പോസിറ്റ്. അലൂവിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിവർ വഴി ട്രാൻസ്പോർട്ടഡ് ആയി വരുന്ന സോയിലാണ് അല്ലെ. അപ്പൊ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണായിരിക്കും. അതായത് ഫുള്ള് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് സെഡിമെന്റേഷൻ വഴിയാണ് ഇത് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അലൂവിയൽ സോയിൽ. പിന്നെ അതിൻ്റെ അകത്ത് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോ ഡെൻസിറ്റി ആണ്. ലാർജസ്റ്റ് സോയിൽ ഗ്രൂപ്പ്, നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ സോയിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അലൂവിയൽ സോയിലാണ്. പിന്നെ ഫോംഡ് ബൈ സിൽറ്റ് ഡെപ്പോസിറ്റഡ് ബൈ ദ റിവേഴ്സ് ലൈക്ക് ഇൻഡോ ഗാംഗറ്റിക്, ബ്രഹ്മപുത്ര. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് റിവേഴ്സ് വഴിയാണ് ഈ സിൽറ്റ്, അതിന്റെ സിൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സെഡിമെന്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അലൂവിയൽ സോയിൽ കിട്ടുന്നത്. ഇനി അടുത്തതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് തിയറി പോലെ പഠിച്ചാൽ മതി. രണ്ടാമത്തതാണ് ഡെസേർട്ട് സോയിൽ. ഡെസേർട്ട് സോയിൽ നമുക്കറിയാം അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഫൈൻ ആയിരിക്കും. പുവർ വാട്ടർ റിട്ടേണിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കും. പിന്നെ അത് എവിടെയാണ് കാണുന്നത്, ഡെസേർട്ട് ആയിട്ടുള്ള ഏരിയാസിൽ, രാജസ്ഥാൻ, അഡ്ജോയിനിങ് സ്റ്റേറ്റ് അങ്ങനെയുള്ളിടത്തൊക്കെയാണ് നമ്മുടെ ഡെസേർട്ട് സോയിൽ കാണുന്നത്. ഇനി അടുത്തതാണ് ലാറ്ററൈറ്റ് സോയിൽ. ചെങ്കല്ല് അങ്ങനത്തെ മണ്ണില്ല, മറ്റേ റെഡ് കളറുള്ള മണ്ണ്, അതിനെയാണ് നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് വിളിക്കുന്നത്. സോ സോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സദേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. പിന്നെ ഫൗണ്ട് ഇൻ ഏരിയാസ് വിത്ത് ഹെവി റെയിൻഫാൾ. അതൊക്കെ ജസ്റ്റ് പഠിച്ചു വിടാവുന്നതുള്ളൂ, നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്ത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ വാക്കി തന്നെയുണ്ട്, കോട്ടൺ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിന്റെ പക്ഷെ നമുക്ക് അല്ലാത്ത കൃഷിക്കൊന്നും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, അതിന്റെ ശ്രിങ്കേജും സ്വെല്ലിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ ഹൈലി കംപ്രസിബിൾ ആണ്. നമുക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഒരു പരിപാടിക്കും നമുക്ക് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഹൈലി കംപ്രസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പെട്ടെന്ന് ഒരു ലോഡ് വരുമ്പോഴത്തേക്ക് ഈ സാധനം കംപ്രസ് ആയി പോകും. അപ്പൊ ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ എല്ലാം പണിയുവാണെങ്കിൽ സ്ട്രക്ചറിന് സെറ്റിൽമെന്റ് ഉണ്ടാവാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെരി ലോ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നതും ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നതും ഷിയർ സ്ട്രെസ് അണ്ടർഗോ ചെയ്യാണ്ട് ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി. അതായത് ഏറെക്കുറെ ബിയറിംഗ് കപ്പാസിറ്റിനെ തന്നെയാണ് നമ്മൾ ഷിയർ സ്ട്രെങ്ത്, അതായത് ഷിയർ ഉണ്ടാവാണ്ട്. ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലോഡൊക്കെ വരുമ്പോൾ ഷിയർ ആയി പോകും. നമ്മൾ കേട്ടിട്ടില്ലേ, ഷിയർ ഫോഴ്സ്, ഷിയർ സ്ട്രെസ്, എംഒഎസിലൊക്കെ പഠിച്ചേക്കുന്നത് ആ സെയിം സാധനമാണ് ഇത്. ഇപ്പൊ ഷിയർ സ്ട്രെങ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ലോ ആണ്. പിന്നെ ഈ ബ്ലാക്ക് കോട്ടൺ സോയിലുള്ള ഏറ്റവും കൂടുതൽ ക്ലേ മിനറൽ എന്ന് പറഞ്ഞിട്ട് പേരാണ് മോണ്ട് മോർലോണൈറ്റ് ക്ലേ ആണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സോ ഇതിന്റെ ശ്രിങ്കേജ്, സ്വെല്ലിംഗ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലാണ്, കംപ്രസിബിലിറ്റി കൂടുതലാണ്, ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ്, ഷിയർ സ്ട്രെങ്ത് കുറവാണ്. അപ്പൊ ഷിയർ സ്ട്രെങ്ത്തും ബിയറിംഗ് കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ സോയിൽ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആകെ നമ്മൾ ഈ സോയിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ കൾട്ടിവേഷന് മാത്രമാണ്. ഇനി അടുത്തതാണ് മറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സീ വാട്ടർ വഴി ഡെപ്പോസിറ്റ് ആവുന്ന സാധനങ്ങളാണ് മറൈൻ ഡെപ്പോസിറ്റ്. അത് റിച്ച് എന്തായിരിക്കും, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, മിനറൽസ് അതുവഴിയായിരിക്കും റിച്ച്. മീൻസ് ആ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിച്ച് ഇൻ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ആ ടൈപ്പ് മിനറൽസിലായിരിക്കും കൂടുതൽ റിച്ച് ആയിട്ടുള്ളത്. ഇനി ബൗൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വലിയ റോക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൗൾഡേഴ്സ്. കാരണം വലിയ പാറക്കഷ്ണങ്ങളില്ലേ, ആ സംഭവങ്ങൾ വിളിക്കുന്ന പേരാണ്. ഫോംഡ് ത്രൂ നാച്ചുറൽ പ്രോസസ് ഇൻവോൾവിങ് സെയിം പ്രോസസ് തന്നെ, ഇറോഷൻ, വെതറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ പ്രോസസ്സ് വഴി ഉണ്ടാവുന്നതാണ് എന്ത്, ബൗൾഡേഴ്സ്. സോ മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അലൂവിയൽ സോയിലുണ്ട്, ഡെസേർട്ട് സോയിലുണ്ട്, ലാറ്ററൈറ്റ്, ബ്ലാക്ക് കോട്ടൺ, മറൈൻ, ബൗൾഡർ ഡെപ്പോസിറ്റ്.
അലൂവിയൽ സോയിൽ നോർത്തേൺ പാർട്ടിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഡെസേർട്ട് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെസേർട്ട് ഏരിയ രാജസ്ഥാൻ അഡ്ജോയിനിങ് സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. അതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈൻ, ഭയങ്കര നമുക്കറിയാം മണൽത്തരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോ ഡെസേർട്ട് സോയിൽ. പിന്നെ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് കളർ സോയിലാണ്. പിന്നെ ബ്ലാക്ക് കോട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയണം അതിനകത്ത്, അതിന്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര ലോ ആണ്. ബിയറിംഗ് കപ്പാസിറ്റി ഭയങ്കര ലോ ആണ്. കംപ്രസിബിലിറ്റി കൂടുതലാണ്. ഷ്രിങ്കേജ് ആയിട്ടുള്ള ഷ്രിങ്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ്, സ്വെല്ലിംഗ് പ്രോപ്പർട്ടീസ് അതൊക്കെ ഭയങ്കര കൂടുതലാണ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്ലേ മിനറൽ ആണ് മൗണ്ട് മോർലോണൈറ്റ്. പിന്നെ മറൈൻ ഡെപ്പോസിറ്റ്. മറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീ വാട്ടർ കാരണം ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ് ആണ്. സോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആയിരിക്കും. പിന്നെ ബൗൾഡർ ഡെപ്പോസിറ്റ്. ബൗൾഡർ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ വലിയ പാർക്ക്. ബൗൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലാർജ് റോക്ക് ആണ്. സോ സെയിം പ്രോസസ് വഴിയാണ് ഇത് ഉണ്ടാകുന്നത്. അതാണ് മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള പോർഷൻ ആണ് 3 phase സിസ്റ്റം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. 3 phase സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 3 phase സിസ്റ്റം വെച്ചിട്ട് 2 കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ 3 phase സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോ കേട്ടോ. പിന്നെ സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അതും പറയണം. സോ 3 phase സിസ്റ്റം, നമുക്ക് 3 phase സിസ്റ്റം പഠിക്കാം. ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിൽ പാർട്ടിക്കിളിനെ നമ്മൾ ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുന്നതാണ് 3 phase സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി, നമ്മുടെ സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സോയിൽ സ്ട്രക്ചറിനെ നമ്മൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അതായത് സോയിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പറയണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു സോയിൽ എടുക്കുകയാണെങ്കിൽ നോക്കുക, ഇങ്ങനെ കുറെ പാർട്ടിക്കിൾ കൂടി ചേർന്നിട്ടായിരിക്കുമല്ലോ നമ്മുടെ സോയിൽ ഉണ്ടാവുന്നത്. അതെ, അപ്പൊ ഇങ്ങനത്തെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഈ കുറെ സോയിൽ പാർട്ടിക്കിൾസ്, അതിന്റെ ഇടയ്ക്കായിട്ട് കുറെ വോയിഡ് സ്പേസസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് കിട്ടുന്ന സാധനമാണ് എന്ത്, നമ്മുടെ സോയിൽ അല്ലേ. അതായത് നമ്മളിപ്പോ മണ്ണെടുത്ത് നോക്കിയാൽ ഈ മണ്ണിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോർസ് ഉണ്ടാവും. ഈ വെള്ളമൊക്കെ ഇപ്പൊ നമ്മൾ സോയിലിലോട്ട് വെള്ളം ഒഴിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഈ സോയിലിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം പോകുന്ന വഴി ഏതാണ്, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോർസ് ഉണ്ട്. അതിൽ കൂടിയാണല്ലോ ഈ വെള്ളം കയറി പാസ് ചെയ്ത് താഴോട്ടൊക്കെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ചെടി നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ടൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ വെള്ളം പോകുന്ന ഒരു പാത്തുണ്ട്. ആ പാത്ത് എന്താണ്, കുറെ സുഷിരങ്ങൾ അല്ലെങ്കിൽ കുറെ വോയിഡ് സ്പേസസ് ആണ്. അപ്പം ഈ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്. നമ്മൾ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ സോയിൽ എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ സോയിലിലെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിഡ്. അപ്പം അത് കൂടാണ്ട് ഇനി 3 സോയിൽ നമ്മൾ സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ 3 സോയിൽ പാർട്ടിക്കിൾ എടുക്കാം ഉണ്ടല്ലോ. അപ്പം ഈ 3 സോയിൽ പാർട്ടിക്കിളും അടുപ്പിച്ചായിരിക്കില്ലല്ലോ ഇരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവും. ആ സ്പേസിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പോർസ്. മനസ്സിലായ? അപ്പൊ ഈ സോയിൽ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ്, അതിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് വിളിക്കുന്നത്. വേറെ ഒന്നുമില്ല, കുറെ സോളിഡ് പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ആലോചിച്ച് നോക്കിയേ, ഈ വോയിഡ്സിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാകും? ഈ വോയിഡ്സിന്റെ അകത്ത് എയർ ഉണ്ടാകും, വാട്ടർ ഉണ്ടാവും അല്ലേ. എയറും വാട്ടറും ആണല്ലോ അതിൻ്റെ അകത്ത് കയറിയിരിക്കാനുള്ളൂ, വേറെ ഒന്നും സാധനങ്ങൾ ഇല്ലല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ. അപ്പൊ എയർ ആകാം, വെള്ളം ആകാം. ഈ വോയിഡ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഐറ്റംസ് ആണ് എയർ, വാട്ടർ. അപ്പൊ നമുക്ക് ഈ 3 phase സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? 3 phase എന്ന് ഉദ്ദേശിക്കുന്ന 3 സ്റ്റേറ്റിലുള്ള സാധനങ്ങൾ കൂടി ചേർന്നാണ്, 3 ഫേസിലുള്ള സാധനങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സോയിൽ ഉണ്ടാകുന്നത്. അത് നമ്മൾ സോയിലിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3 phase സിസ്റ്റം. സോ സോളിഡ് ഉണ്ടാകും, എയർ ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും. ഈ 2 എണ്ണം കൂടി നമ്മൾ പറയുന്ന പേരാണ്
വോയിഡ്. അതായത് ഈ വോയിഡിന്റെ ഉള്ളിൽ മീൻസ് രണ്ടും കൂടി കൂടി ചേർന്നെന്ന് ഉദ്ദേശിക്കുന്നത് എയറും വാട്ടറും കൂടി കൂടി ഇരിക്കുന്ന ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡ്സ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ 3 phase സിസ്റ്റം എന്ന് പറയുന്നത് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സ് വരയ്ക്കുക. അതില് 3 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. 3 phase എന്ന് പറയുമ്പോൾ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ഓരോന്നിനെ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ സോളിഡ്, സെക്കൻഡ് വൺ വാട്ടർ. നമുക്ക് ഓർഡർ ഒന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്ക് ചെയ്യാം. തേർഡ് വൺ എയർ. അപ്പൊ സോളിഡും വാട്ടറും എയറും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്? 3 phase സിസ്റ്റം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് 3 phase സിസ്റ്റം. അപ്പൊ നമ്മൾ 3 phase സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുക, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, സോളിഡ് കാണിക്കുക, വാട്ടർ കാണിക്കുക. നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ എഴുതി പോക്കോട്ടോ, എയർ കാണിക്കുക. ഇതാണ് നമ്മുടെ 3 phase സിസ്റ്റം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നിങ്ങൾ എന്നിട്ട് ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു പടം വരയ്ക്കുക. ഇതിന്റെ അകത്ത് സോളിഡ് മാർക്ക് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്കുള്ള പോർ സ്പേസസിനെ നിങ്ങൾ വോയിഡ് എന്ന് വിളിക്കുക. ഈ വോയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എയർ ഓർ വാട്ടർ. ഇത്രയാണ് ഉള്ളൂ. അപ്പൊ നമുക്ക് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിനെ നമുക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് 3 phase സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ശരിക്കും ഇത് സോയിലിന്റെ അകത്ത് ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. അതായത് സോളിഡ് ഏറ്റവും അടിയിൽ, പിന്നെ അതിന്റെ മുകളിൽ വാട്ടർ, പിന്നെ മുകളിൽ ലെയർ, അങ്ങനെയല്ല ഒരിക്കലും ഇരിക്കുന്നത്. ഇതെല്ലാം ഒരു ഹെട്രോജീനിയസ് മിക്സർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സ്റ്റഡി പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 3 phase സിസ്റ്റം ആയിട്ട് കാണിക്കുന്നു. അതായത് 3 സിസ്റ്റം, ഒരു മീൻസ് 3 ഫേസസിലുള്ള ഒരു സിസ്റ്റം ആയിട്ട് കാണിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പം ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഒരു സോളിഡ് ഉണ്ടാകും, സോളിഡിന്റെ ഇടയ്ക്ക് ഒരു വോയിഡ് സ്പേസ് ഉണ്ടാകും, ആ വോയിഡിന്റെ ഉള്ളിൽ എയറും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ പറയാം. ഈ എപ്പോഴും ഈ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 phase സിസ്റ്റത്തിൽ തന്നെ ആവണം എന്നില്ല. നമ്മുടെ സോയിൽ പല പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പല പല കണ്ടീഷനിലായിരിക്കും ഉള്ളത്. അതായത് നമ്മുടെ സോയിൽ ഇരിക്കുക, ആ സോയിലിന്റെ അകത്ത് ആ കണ്ടീഷൻ ഇപ്പൊ ഡെസേർട്ട് ഏരിയാസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ വെള്ളത്തിന്റെ കണ്ടന്റ് എത്രയായിരിക്കും? വാട്ടർ കണ്ടന്റ് എത്രയായിരിക്കും? സ്വാതി പറഞ്ഞേ. ഡെസേർട്ടിൽ വാട്ടർ കണ്ടന്റ് ഇല്ലല്ലോ. വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് മേക്ക് ഓഫ് ചെയ്തോ. വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡെസേർട്ട് വേണമെന്നില്ല. ഇപ്പൊ എവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുക, ഇപ്പൊ മറ്റേ ഡ്രൈ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിന്റെ അകത്ത് വെള്ളത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. അപ്പോൾ ആ ഡ്രൈ സോയിലിന്റെ കേസ് നമ്മൾ നോക്കാന്ന് വിചാരിക്കുക. ഡ്രൈ സോയിൽ, അപ്പൊ നിങ്ങൾ ഓർക്കുക, ഡ്രൈ ആകുമ്പോൾ അതിന്റെ അകത്ത് വെള്ളം ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ ആ കണ്ടീഷനിൽ ഒരു ഫേസ് സിസ്റ്റം വരയ്ക്കാന്ന് വിചാരിക്കാം. നമ്മൾ ഈ 3 phase സിസ്റ്റം എന്ന് പറയുന്ന പോലെ നമ്മൾ ജസ്റ്റ് 3 എണ്ണം വരച്ച് നോക്കാം. അപ്പൊ നമ്മുടെ 3 phase സിസ്റ്റത്തിൽ എന്തായിരുന്നു? സോളിഡ് ഉണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു, എയർ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡ്രൈ സോയിൽ എന്ന് പറയുമ്പോൾ വാട്ടർ എന്ന് പറയുന്നത് 0 ആയി പോകും. അപ്പൊ വെള്ളത്തിന്റെ കണ്ടന്റ് എത്രയായി പോകും? 0. അപ്പൊ നമ്മുടെ ഫേസ് സിസ്റ്റം എങ്ങനെ മാറും? 2 ആയിട്ട് മാറും. അതായത് അതിന്റെ അകത്ത് സോളിഡും എയറും മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ 2 phase സിസ്റ്റത്തിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു ഡ്രൈ സോയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ മണ്ണ് അല്ലെ. അപ്പൊ അവിടുത്തെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ 3 phase സിസ്റ്റം നമുക്കറിയാം. 3 phase സിസ്റ്റത്തിൽ സോളിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അപ്പം ഈ ഡ്രൈ സോയിൽ എടുക്കുമ്പോൾ അതിനകത്ത് വാട്ടർ എന്ന് പറയുന്നത് 0 ആകും. അപ്പൊ നമ്മുടെ 3 phase സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ആവും? 2 phase സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ 2 phase സിസ്റ്റത്തിലെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം.
രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് സോയിൽ. സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ സോയിലിന്റെ അകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസിന്റെ അകത്ത് വെള്ളമായിരിക്കും ഉണ്ടാവുള്ളൂ. സാച്ചുറേറ്റഡ്, കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആ സോയിലിന്റെ അകത്തുള്ള വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ പടം വരയ്ക്കുവാണെങ്കിൽ സോളിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ സോയിൽ പാർട്ടിക്കിൾ വരയ്ക്കുവാണെങ്കിൽ ഒരു സോയിൽ പാർട്ടിക്കിൾ എടുക്കുക, ഈ വോയിഡിന്റെ ഉള്ളില് വാട്ടർ മാത്രം ഉണ്ടാവുള്ളൂ. അതായത് എല്ലാ വോയിഡ് സ്പേസസും കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്താൽ മതി. വോയിഡ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ എയർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 0. എയർ കണ്ടന്റ് 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 2 ഫേസ് സിസ്റ്റം ആയിട്ട് മാറും. ഇപ്പൊ സോളിഡ്, വാട്ടർ, ഇത് മാത്രമാണ് എന്തിലുണ്ടാവുള്ളൂ? 2 ഫേസ് സിസ്റ്റത്തിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സാച്ചുറേറ്റഡ് സോയിലും ഉണ്ട്, ഡ്രൈ സോയിലും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് ഹെൽപ്പ് ഓഫ് 3 ഫേസ് സിസ്റ്റം അല്ലെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് ഫേസ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ സോയിൽ ആൻഡ് സാച്ചുറേറ്റഡ് സോയിൽ. ഇങ്ങനെയാണ് എല്ലാ തവണയും ചോദിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ 3 ഫേസ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ 2 ഫേസ് സിസ്റ്റം, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ 2 ഫേസ് സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഈ 2 കണ്ടീഷനും എക്സ്പ്ലെയിൻ ചെയ്തോണം. അതായത് ഏതൊക്കെ കണ്ടീഷനാണ്? ഡ്രൈ സോയിലിന്റെ കണ്ടീഷനും സാച്ചുറേറ്റഡ് സോയിലിന്റെ കണ്ടീഷനും. മനസ്സിലായോ? അപ്പൊ അതാണ് 2 ഫേസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മുടെ 3 ഫേസ് സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ കാണിച്ചത് തന്നെ ഡയഗ്രാമാറ്റിക് ആയിട്ട് ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. സോയിലിന്റെ അകത്ത് നമ്മൾ അതിനെ 3 ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സോളിഡ് മീൻസ് 3 പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സോളിഡ് ഉണ്ട്, പിന്നെ സോളിഡ് ഉണ്ട്. ഇപ്പൊ 3 സോളിഡ് പാർട്ടിക്കിൾ കൂടി ചേർന്ന സ്പേസിനെ നമ്മൾ വോയിഡ് എന്ന് വിളിക്കും. ആ വോയിഡിന്റെ അകത്ത് എയർ ആകാം, വാട്ടർ ആകാം. ഇനി നമ്മൾ അതിന്റെ ഡിസൈൻ ഇപ്പൊ നമ്മൾ പഠിച്ച അതേ ഡയഗ്രാം തന്നെ നമ്മൾ 3 ഫേസ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ലാസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സോളിഡ്, രണ്ടാമത്തത് വാട്ടർ, മൂന്നാമത്തത് എയർ. എന്നിട്ട് നമ്മൾ ആ 3 ഫേസ് സിസ്റ്റത്തിന്റെ 2 കാറ്റഗറിയാണ് 2 ഫേസ് സിസ്റ്റം. 2 ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡ്രൈ സോയിൽ ആകാം, സാച്ചുറേറ്റഡ് സോയിൽ ആകാം. ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ കണ്ടന്റ് പോർഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് അത് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 0 ആയി പോകും. എയറും സോളിഡും മാത്രം ഉണ്ടാവുന്നതാണ് 2 ഫേസ്. അടുത്ത സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഫേസ് എന്നുള്ളത് 2 ആയിട്ട് ചുരുങ്ങും. അപ്പൊ അതിന്റെ അകത്ത് ഐദർ സോളിഡ് ആൻഡ് വാട്ടർ, എയർ എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവത്തില്ല. നിങ്ങൾ എത്ര ഓർത്താൽ മതി? സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള എല്ലാ പോർസ് അല്ലെങ്കിൽ എല്ലാ വോയിഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആയിരിക്കും. അതിന്റെ അകത്ത് എയർ കണ്ടന്റ് എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. എയർ ഇരിക്കാനുള്ള സ്ഥലം അതിന്റെ അകത്ത് ഇല്ല. അതിന്റെ അകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ അതിനകത്ത്. കാരണം സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുക ഫുൾ. ഇപ്പൊ നമ്മള് ഈ ചെടിയൊക്കെ നനയ്ക്കുന്ന കാര്യം ഓർത്താൽ മതി. ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ മണ്ണിന്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കും. അപ്പൊ ആ വെള്ളം എവിടെയൊക്കെ ചെല്ലും? അവിടെയുള്ള എല്ലാ പോർസിലും ഈ വെള്ളം കയറി ഫില്ലായിട്ടിരിക്കും. അത് കഴിഞ്ഞ് ഇത് ഉണങ്ങും അല്ലെ? ഈ വെള്ളം ഉണങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ വോയിഡ്സിന്റെ അകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് അതിനകത്ത് എയർ കയറിയിരിക്കും. അപ്പൊ അത് ഡ്രൈ സോയിലാവും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ആ ടൈമിൽ ആ വെള്ളം എന്ന് പറയുന്നത് എല്ലാ പോർസിന്റെ ഉള്ളിലും കയറിയിരിക്കുന്ന കണ്ടീഷനാണ് സാച്ചുറേറ്റഡ് സോയിൽ. അത്ര ഓർത്താൽ മതി. ഇപ്പൊ 2 കണ്ടീഷൻ 3 ഫേസ് സിസ്റ്റം 2 ഫേസ് സിസ്റ്റം. 2 ഫേസ് സിസ്റ്റത്തിൽ തന്നെ ഡ്രൈ സോയിൽ, സാച്ചുറേറ്റഡ് സോയിൽ, അത്രേ ഉള്ളൂ.